റാപ്പർ വേടൻ കേരളത്തിൽ തരംഗമാണ്. വേടന്റെ പരിപാടികൾ കാണാൻ യുവതലമുറ തള്ളിക്കയറുകയാണ്. വേടന്റെ പാട്ടിനോടും വേടന്റെ വരികളോടും യുവതലമുറ വളരെ കൂടുതൽ ആഭിമുഖ്യമാണ് വച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ അനുദിനം വേടന്റെ പ്രശസ്തി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ചില വിവാദങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിലും ഉപരിയായി വേടന്റെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന ഒരു യുവതലമുറ ഇവിടെ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വേടനെ പുകഴ്ത്തിയും സംഗീത സംവിധായകൻ അനിരുദ്ധിനെ ഇകഴ്ത്തിയും ഒരു തമിഴ് നിർമ്മാതാവായ അനന്തൻ എന്ന വ്യക്തി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അനിരുദ്ധ് മെലഡികളെ കൊന്നു കുഴിച്ചുമൂടുന്ന ആളാണെന്നും എന്നാൽ വേടന് ലഭിക്കുന്ന പിന്തുണ വളരെ വലുതാണെന്നുമാണ് അനന്തൻ പറയുന്നത്. അനിരുദ്ധ് മെലഡികളെ കൊന്നു കുഴിച്ചുമൂടുമ്പോൾ അത് ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമാകുന്നുവെന്നും എന്നാൽ വേടൻ ഭാരതിയാർ പുനർജനിച്ച് വന്നതുപോലെയാണ് തനിക്ക് തോന്നുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഒരു കാലത്ത് ഭാരതിയാർക്കുണ്ടായിരുന്ന സ്ഥാനത്തിന് അടുത്തേക്ക് വേടൻ എത്തുന്നു എന്ന് ഈ നിർമ്മാതാവ് പറയുകയാണ്. നിലവിൽ വേടനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ട് എങ്കിലും കേരളത്തിലെ സർക്കാരിന് വേടനോട് താല്പര്യമുണ്ടെന്നും കേസുകളിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വരുമെന്നും വിശ്വസിക്കുന്നതായും നിർമ്മാതാവ് പറയുന്നു. കേരളം വേടന്റെ വരികൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അതേ കരുത്തോടെ വേടൻ നിലനിൽക്കും. എതിർപ്പുകൾ വരുമ്പോഴാണ് ഒരാൾ മുന്നോട്ട് വരിക എന്നാണ് നിർമ്മാതാവിന്റെ വാക്കുകൾ. അനിരുദ്ധിനെ ഇകഴ്ത്താനും അദ്ദേഹം മടി കാണിക്കുന്നില്ല. മെലഡി പാട്ടുകളെ കൊന്നു കുഴിച്ചു മൂടുന്ന ആളാണ് അനിരുദ്ധ് എന്നും ഇന്നത്തെ തലമുറയ്ക്ക് അത് ഇഷ്ടപ്പെടുമെന്നും അനിരുദ്ധ് ഒരു മോശം പാട്ടുകാരനെന്നല്ല താൻ ഉദ്ദേശിച്ചതെന്നും ഇപ്പോഴത്തെ പിള്ളേരുടെ പൾസ് പിടിച്ച് അയാൾ പാട്ടുണ്ടാക്കുന്നതെന്നും ഈ നിർമ്മാതാവ് പറയുകയാണ്. അടുത്തിടെ അനിരുദ്ധിന്റെ സംഗീതദശ കേരളത്തിൽ നടന്നിരുന്നു. അപ്പോൾ ആയിരക്കണക്കിന് യുവാക്കൾ മണിക്കൂറുകളോളം നിന്നുകൊണ്ട് പാട്ട് ആസ്വദിക്കുന്നത് കണ്ടു. അതുകണ്ട് തനിക്ക് വിഷമം തോന്നിയെന്നും നിർമ്മാതാവ് പറയുന്നു. എന്നാൽ വേടന് ലഭിക്കുന്ന പിന്തുണയും വേടൻ സമൂഹത്തിന് നൽകുന്ന പിന്തുണയും കാണുമ്പോൾ തനിക്ക് അത്ഭുതം തോന്നുന്നു എന്ന് അദ്ദേഹം പറയുന്നു. വേടൻ ഈ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ ആശയങ്ങൾ പറയുന്നു എന്നത് കാണുമ്പോൾ തനിക്ക് അത്ഭുതം തോന്നുകയാണെന്നും അദ്ദേഹം പറയുന്നു.